ബഷീറല്ലേ? അതെ, ബഷീറാണ്. ഈ സാൻഹുയി കമ്പനി മാനേജറുടെ വീട്ടിൽ അതിക്രമിച്ചേറി അയാളെ വധിക്കാൻ ശ്രമിച്ച കേസിൽ നിങ്ങൾ പ്രതിയാണല്ലോ ബഷീറേ. എന്താ സാറേ ഈ പറയുന്നത്? ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടില്ല. മാത്രമല്ല, എനിക്ക് ഈ മാനേജർ അറിയില്ല. തല്ലാനും കൊല്ലാനും അല്ല സാർ ഞങ്ങൾ അവിടെ വന്നത്. എന്റെ ജോലിക്കാരത്തെ പറ്റി പറയാനാ. നിങ്ങളെ സ്ത്രീയെ ഉപദ്രവിക്കാതെ. ഗുണ്ടായിസമൊന്നും അല്ല ബഷീറേ. അന്വേഷണത്തിൽ നിങ്ങൾ പ്രതിയാണ്. നിങ്ങൾ സ്റ്റേഷനിൽ വന്നേ പറ്റൂ. വിട്ടേക്ക് അയാൾ ചെരുപ്പിടട്ടെ. എന്തിനാ സാറേ അങ്ങേരെ കൊണ്ടുവന്നത്? അങ്ങേരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതുകൊണ്ടല്ലേ? പ്രതിയായതുകൊണ്ടല്ലേ കൊണ്ടുപോണത്? എന്താ സാർ പ്രശ്നം? ഇയാളൊരു വധശ്രമ കേസിലെ പ്രതിയാ. ഇയാൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാണ്. ഓക്കെ, ശരി. സാർ, ജനറൽ മാനേജർ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. എന്താ ഇയാളുടെ പേര്? ബഷീർ. ബഷീർ എന്നും വിളിക്കും. സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ഓക്കെ സാർ. വണ്ടി അവിടെ വെക്കല്ലേ, അങ്ങോട്ട് മാറ്റി വെക്കണേ. ഡേയ്, ആര് വന്നാലും കടയുടെ മുമ്പിൽ തന്നെ കൊണ്ട് വണ്ടി വെക്കുന്നത്. കസ്റ്റമേഴ്സ് വന്നാൽ കയറി വരാൻ പോലും സ്ഥലമില്ല. എവരൊക്കെ രാവിലെ കുറ്റിയും പിടിച്ചു പറയാൻ. വണ്ടി ഇവിടെ വെക്കുന്നത്, ആ കട തുറന്നിരിക്കുന്ന കൂടെ. വണ്ടി ഇവിടെ നോണ്ടിക്കുന്നത് കാണാൻ വയ്യ. അയ്യോ അമ്മേ, അയ്യോ തല്ലല്ലേ, അയ്യോ അയ്യോ. ഞാൻ സ്റ്റേഷനിലേക്ക് പോവാ. സർ, ഞങ്ങൾ വിമൻസ് കോളേജിലെ ഡിഗ്രി സ്റ്റുഡൻസ് ആണ് സർ. ഞങ്ങൾ സ്ഥിരമായിട്ട് തമ്പാനൂര് ബസ് സ്റ്റാൻഡിൽ 7 പെൺകുട്ടികൾ രാവിലെ 8 മണിക്ക് ബസ് കാത്ത് നിൽക്കാറുണ്ട്. ആ സമയത്ത് 4-5 റൗഡിയിലൊക്കെയുള്ള പയ്യന്മാര് വന്നിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് കമന്റ് അടിക്കാറുണ്ട്. ശല്യം സഹിക്കാൻ വയ്യ സർ. അനിത, ഇവരുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങി രജിസ്റ്റർ ചെയ്ത് റെസിപ്റ്റ് കൊടുക്കണം കേട്ടോ. ഞാൻ അന്വേഷിച്ച് വേണ്ടത് ചെയ്യാം കേട്ടോ. വരൂ. താങ്ക് യു സർ. ഓക്കെ. വന്നോളൂ. ഇരിക്കും. വേണ്ട, നിന്നോളാം. ഇരിക്കൂ. ഇരുന്നോളൂ. അതെ, നിങ്ങൾ എവിടെയാ പഠിക്കുന്നേ? ഞങ്ങളിവിടെ വിമൻസ് കോളേജിലാണോ? ഞാൻ നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്തിട്ട് റെസിപ്റ്റ് തരാം കേട്ടോ. ശരി. എന്താ പേര്? ഷംന. അച്ഛന്റെ പേര്? റഫീഖ്. സാറിന്റെ സൈൻ വാങ്ങി ഇപ്പൊ വരാം. ശരി. വരൂ. ഇവിടെ സൈൻ ചെയ്തോളൂ. ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. അപ്പൊ ശരി. ശരി. ഞങ്ങളങ്ങോട്ട്. താങ്ക് യു. ആയിക്കോട്ടെ. അയ്യോ, അയ്യോ കാണണം സാർ. അയ്യോ, എന്ത് പറ്റി? സാറിനെ ഒന്ന് കാണണമായിരുന്നു.
അയ്യോ, ഇത് എന്തു പറ്റി? കാര്യം പറ സുഹൃത്തെ, ആരെങ്കിലും തല്ലിയോ അതോ വീണോ? ഞാൻ ബേക്കറി ജംഗ്ഷനിൽ പ്ലാസ ബിൽഡിംഗിൽ വിദ്യാ ബേക്കറി നടത്തുന്ന ആളാ. കടയുടെ മുമ്പിൽ ബൈക്ക് പാർക്ക് ചെയ്തപ്പോ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ എന്നെ തള്ളി താഴെയിട്ട് തല്ലി സാർ. നാളെ എന്റെ കല്യാണം സാർ. എന്റെ കോലം കണ്ടോ? പ്രകാശ്, ഇദ്ദേഹത്തിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് മൊഴിയെടുക്ക. ബാലേന്ദ്ര, പോലീസുകാരോട് വണ്ടി കയറാൻ പറയും. സർ, കൊറിയർ ഉണ്ട്. ആ, റൈറ്റ് ഏൽപ്പിക്ക്. എന്തു പറ്റി? എന്താ പറ്റിയത്? അത് തുടച്ചു കൊടുക്കുക, മുറിവ് തുടച്ചു കൊടുക്കുക. മതി 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 മതി. വെള്ളം കൊടുക്കുക, വെള്ളം കൊടുക്കുക. കുടിക്കുക കുടിക്കുക, വെള്ളം കുടിക്കുക. റിലാക്സ് ചെയ്തോ, റിലാക്സ് ചെയ്തോ, റിലാക്സ് ചെയ്തോ. എന്താ സംഭവിച്ചത്? എന്താണ് വ്യക്തമായിട്ട് പറഞ്ഞപ്പോ ഇതെന്താ? ഇത് ആയുധങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടില്ല. മുൻവിരോധമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇയാൾക്ക് മുൻവിരോധക്കാരെങ്കിലും ഉണ്ടോ? റിലാക്സ്, റിലാക്സ്. ഈ മുറിവും തുടച്ചു കൊടുക്കുക. ആശുപത്രി പോകാനുള്ള ഏർപ്പാട് ചെയ്തു തരാം കേട്ടോ. ശരി. വിദ്യാ ബേക്കറി, ഇതല്ലേ സ്ഥലം? അതെ സർ. അതെ. ഇവിടെ എന്താ നടന്നു? ഇടയ്ക്കിടെ ഇടിയുണ്ടാക്കുന്ന ഒരാളാ സാർ. ഓഹോ. ഇവിടെ കയറി വന്ന് അവനെ ഇടിച്ചു വീഴ്ത്തുമായിരുന്നു. മുകളിൽ കയറി പോയിട്ടുണ്ട്. മുകളിലോട്ടോ? മുകളിലേക്ക് തന്നെ, ബാങ്കിലേക്കാണ് വരിക്കുന്നത്. മുകളിൽ ആ സ്ഥിരമായിട്ട് വരാറുള്ള ആളാ. അതായിരിക്കുന്ന ബൈക്ക് അയാളുടെ. ആ ബുള്ളറ്റ് മുകളിലുണ്ടായുള്ളത്. ഓക്കെ ഓക്കെ, വരൂ. സാറേ സാറേ, അയാളോ? ആ ബൈക്ക് താങ്കളുടെ ആണോ? അതെ. ആ താക്കോലും തരൂ. വണ്ടി സ്റ്റേഷനിലെത്തിക്കും. ഓക്കെ സാർ. കാരണവശാലും ബഷീറിന് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല എന്നായിരിക്കുന്നു. റിലാക്സ്, റിലാക്സ്. 2 വർഷം മുമ്പ് ഒരാളുടെ കാല് വെട്ടിമാറ്റിയ കേസിൽ ഈ ബഷീർ പ്രതിയായിരുന്നു. അയാൾ അതിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളതുമാണ്. വീണ്ടും അയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് 307 എഫ്ഐആർ എടുത്ത് അയാൾ റിമാൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പ്രതിയുടെ പേരിൽ 15 ദിവസക്കാലത്തേക്ക് റിമാൻഡ് അനുവദിച്ച് ഉത്തരവുണ്ടാകുവാൻ ഈ റിമാൻഡ് അപേക്ഷ സഹിതം PCs 65 70 56 54 എന്നിവരെ ഏൽപ്പിച്ചയച്ച് അപേക്ഷിച്ചുകൊള്ളുന്നു.